ആരാണ് കേരളത്തിൽ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിച്ചത്? LDF പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ്. അത് ഒരു ആരോപണമായി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും LDF നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് അജണ്ട നിശ്ചയിക്കുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല, ആരും ഞങ്ങളുടെ അജണ്ട നിശ്ചയിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ അജണ്ടയുണ്ട്, UDFിൻ്റെ അജണ്ടയുണ്ട്. എല്ലാവരും കൂടിയാലോചിച്ചാണ് UDFിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് എന്നാണ് പറഞ്ഞത് UDF നേതാക്കൾ. എന്നാൽ ഇന്നിതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യൂസ് ചാനലായ മീഡിയ വണ്ണിൻ്റെ മേധാവി പ്രമോദ് രാമൻ പറയുന്നു, ന്യൂസിൻ്റെ ചുമതലയുള്ള പ്രമോദ് രാമൻ പറയുന്നു, അജണ്ട നിശ്ചയിച്ചത് ഞങ്ങളാണ് എന്ന്. കേൾക്കാം. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണ്. അതിന്റെ ഫലം കാണാനും ജനം ഇവിടെ തന്നെ വരും. അതിനൊരു വോട്ടും വേണ്ട, ട്രിക്കും. അദ്ദേഹം തുറന്നു പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് ഞങ്ങളാണ് എന്ന് വെച്ചാൽ മീഡിയ വണ്ണാണ്, എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ബഹളവും ഉണ്ടാക്കേണ്ട. റിസൾട്ട്, ഫലം കാണാൻ, അതല്ലെങ്കിൽ ഫലപ്രഖ്യാപന ദിവസവും ആളുകൾ മീഡിയ വണ്ണിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് വലിയ പ്രചാരണമൊന്നും ആവശ്യമില്ല എന്നാണ് പ്രമോദ് രാമൻ പറയുന്നത്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അജണ്ട UDFിൻ്റെതാണ്. മൊത്തം അജണ്ട നിശ്ചയിക്കാൻ, അതല്ലെങ്കിൽ LDFിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കോ മീഡിയ വണ്ണിനോ കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത്, അജണ്ട നിശ്ചയിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത് UDFിൻ്റെ അജണ്ടയാകാം. ആണ്. UDFിൻ്റെ അജണ്ട നിശ്ചയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്, മീഡിയ വണ്ണാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ, UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ, മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങൾ? ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു റോളുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പിന്തുണക്കുന്നു, ആ വോട്ട് ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിൽ ഒരു സ്വാധീനവുമില്ല. മുസ്ലിം ലീഗിൻ്റെതായ തീരുമാനമുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ. ഇത് തന്നെയാണ് UDF നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത്. കോൺഗ്രസിൻ്റെതായ അജണ്ടയുണ്ട്. UDFിൻ്റെ അജണ്ട UDFിൻ്റെ ഘടക കക്ഷികൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു റോളുമില്ല. ജമാഅത്തെ ഇസ്ലാമി, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് UDFിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല. UDFിൻ്റെ ഘടക കക്ഷിയുമല്ല. അതുകൊണ്ട് അവരോട് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ്. എന്നാൽ എല്ലാം പൊളിയുകയാണ് പ്രമോദ് രാമൻ്റെ വാക്കുകളിലൂടെ. എന്ന് വെച്ചാൽ അജണ്ട നിശ്ചയിച്ചത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയ്ക്ക് അനുസരിച്ചാണ് UDF മുന്നോട്ട് പോയത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് പോയത്. എന്താണ് അതിന് തെളിവ് എന്നല്ലേ? ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? UDF ജയിച്ചാൽ VD സതീശൻ വരണമെന്ന് ആദ്യം പറഞ്ഞത്? ആദ്യം അത്തരമൊരു ചർച്ച നടത്തിയത് ആരാണ്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ KC വേണുഗോപാൽ കൂടി വരുന്നു എന്നറിഞ്ഞപ്പോൾ, അത്തരം ചർച്ചകൾ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ, K സുധാകരൻ അതിന് തുടക്കം കുറിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ ചാനലായ മീഡിയ വൺ ഒരു ചർച്ച സംഘടിപ്പിച്ചു. എന്തിന് KC വേണുഗോപാൽ എന്ന് ചോദിച്ചുകൊണ്ട്. VD സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകേണ്ടത് UDF ജയിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട്. UDFിനെ കഴിഞ്ഞ 5 വർഷം നയിച്ചത് VD സതീശനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് UDFിൻ്റെ എന്ന ചർച്ചകൾ സജീവമായി വന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞു, എക്സിറ്റ് പോൾ ഫലവും വന്നു. UDFിനാണ് മേൽക്കൈ എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, VD സതീശൻ മുഖ്യമന്ത്രിയാകണം, അതാണ് ജനവികാരമെന്ന്. ആ ജനവികാരത്തിനനുസരിച്ച് കോൺഗ്രസ് നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. ആരാണ് തുടങ്ങിയത്? ജമാഅത്തെ ഇസ്ലാമി. ആരാണ് ഏറ്റെടുക്കുന്നത്? മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യം പറഞ്ഞ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ കാണാൻ പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു. ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. നന്ദി അറിയിക്കാനാണ് എത്തിയത് VD സതീശൻ എന്നാണ് മറ്റ് ഗ്രൂപ്പുകാർ ഇപ്പോൾ പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ UDF എങ്ങനെ ചലിക്കണം, എങ്ങോട്ട് പോകണം, എന്തായിരിക്കണം രാഷ്ട്രീയ നിലപാട് എന്ന് ആദ്യം തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നർത്ഥം.
അതാണ് പ്രമോദ് രാമൻ തുറന്നു പറഞ്ഞത്. ഞങ്ങളാണ് അജണ്ട നിശ്ചയിച്ചത് തെരഞ്ഞെടുപ്പിൻ്റെ എന്ന്, UDF-ൻ്റേതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് UDF-ൻ്റെ അജണ്ട നിശ്ചയിച്ചത് ഞങ്ങളാണ് എന്നാണ്. അതല്ലാതെ LDF-ൻ്റെ അജണ്ട നിശ്ചയിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല, അതുപോലെ തന്നെ മീഡിയ വൺ ചാനലിന് കഴിയില്ല. എന്ന് വെച്ചാൽ UDF-നെ നയിച്ചത്, കോൺഗ്രസിനെ നയിച്ചത്, ലീഗിനെ നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന ആരോപണം ഭരണപക്ഷ നേതാക്കൾ, LDF നേതാക്കൾ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും ശരിയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് പ്രമോദ് രാമൻ ചെയ്യുന്നത്.